നമ്മൾ ഇങ്ങനെ ഈ ട്വിസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹാൻഡ്സ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹാൻഡ്സ് മൂവ് ചെയ്യുവാണെങ്കിൽ എന്താവും? ത്രെഡ് കോൺസ്റ്റന്റ് ആവൂല. നമ്മളിപ്പോൾ ഒരു കസ്റ്റമർക്ക് നമ്മൾ ഐബ്രോസ് എടുത്തു കൊടുക്കുക, ഹാൻഡ്സ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മൂവ്മെന്റിനനുസരിച്ച് ഷേപ്പ് നമുക്ക് കിട്ടുമോ? ഇല്ല. ചിലരുണ്ട് എന്ത് ചെയ്യും, ചെയ്തിട്ട് തല വെച്ച് ഇങ്ങനെ മുകളിലേക്ക് വലിക്കും. അത് ഓക്കെ ആണോ? അല്ല. അതെന്തുകൊണ്ട് ഓക്കെ അല്ലാത്തത്? തല പൊക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമോ ത്രെഡ് ഏത് വഴിയാ പോകുന്നതെന്ന്? നമുക്കപ്പോൾ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് കിട്ടുമോ? അതുകൊണ്ട് എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഫിംഗേഴ്സും തമ്പും മാത്രം യൂസ് ചെയ്യുക കോൺസ്റ്റന്റ് ആയിട്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ത്രെഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഐസിന് നേരെ ത്രെഡ് വെച്ചിട്ട് ട്വിസ്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ത്രെഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഓക്കെ, കൈ അനക്കുകയേ ചെയ്യരുത്, ഫിംഗേഴ്സ് മാത്രം വർക്ക് ആവുക. എങ്കിലും നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ഐ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല ഷേപ്പും കിട്ടുള്ളൂ.